ഏവർക്കും നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു. എല്ലാവർക്കും വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിശുദ്ധ ദിനങ്ങൾ ആശംസിക്കുന്നു. ഈ റമദാൻ സീസണിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഐറ്റമാണ് ഡേറ്റ്സ്. അപ്പോൾ ഈ ഡേറ്റ്സ് കൊണ്ട് എങ്ങനെ ഒരേ സാധനം കൊണ്ട് നമുക്ക് എങ്ങനെ 3 തരം പലഹാരം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റമായ ഡേറ്റ്സ് ബോൾസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി വാൾനട്ട്, അതേപോലെ ഒരു പിടി ബദാം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത ജീരകം. പിന്നെ നമുക്ക് വേണ്ടിയത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കളർ ഒത്തിരി ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആ ഒരു ഓഫ് വൈറ്റ് കളർ ആയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത് ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് പാക്കറ്റായിട്ട് കിട്ടും. നമ്മുടെ നട്ട്സിനെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡേറ്റ്സ് ഉൾപ്പെടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ക്രഷ് ചെയ്യേണ്ട. ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ആദ്യ ഐറ്റമായ ഡേറ്റ്സ് ബോൾസ് തയ്യാർ. ഇനി അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഡേറ്റ്സ് സർപ്രൈസ് ആണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ഡേറ്റ്സും കാഷ്യൂനട്ട്സും. ഇനി നമുക്ക് ആദ്യം ഈ ഡേറ്റ്സിനെ കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കാം. എല്ലാ ഡേറ്റ്സും കുരു കളഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഡേറ്റ്സിലും ഈ കുരു ഇരുന്നതിന് പകരം നമുക്കൊരു കാഷ്യൂനട്ടിനെ വെച്ചിട്ട് ഇതിനെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പം കാഷ്യൂനട്ട് കാണത്തക്ക വിധത്തിലും നിങ്ങൾക്ക് അതിനെ റാപ്പ് ചെയ്യാം, കാണാത്ത വിധത്തിൽ അകത്ത് ഉള്ളിലായിട്ട് വേണമെങ്കിലും റാപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഐറ്റമായ ഡേറ്റ് സർപ്രൈസും തയ്യാറായി. ഇനി നമ്മുടെ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് ഡേറ്റ്സ് ഫ്രിറ്റേഴ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഡേറ്റ്സ് കുരു കളഞ്ഞ് ആദ്യം എടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ലംസ് ഒക്കെ ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായി. ഇനി നമ്മുടെ ഡേറ്റ്സിനെ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മാവ് കുഴയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുക. അപ്പം നമ്മുടെ എണ്ണ ചൂടായ ശേഷം നമ്മളുടെ ബാറ്ററിൽ മുക്കിയ ഓരോ ഡേറ്റ്സും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഡേറ്റ്സ് ഫ്രിറ്റേഴ്സും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റമായ ഡേറ്റ്സ് ഫ്രിറ്റേഴ്സും റെഡി ആയിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ഫ്രിറ്റേഴ്സിൽ നമ്മുടെ ഉള്ളിലത്തെ ഡേറ്റ്സ് ഒക്കെ നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നമ്മുടെ മാവ് നല്ല ക്രിസ്പിയാണ്, ഉള്ളൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എന്തായാലും ഈ ഇഫ്താർ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ 3 ടൈപ്പും ഡേറ്റ്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു. ബൈ.